2022 സെപ്റ്റംബർ 28-നായിരുന്നു കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും അനുബന്ധ സംഘടനകളെയും നിരോധിച്ചത്. നിരോധന ഉത്തരവിൽ PFIക്കെതിരെ നിരത്തിയിരുന്നത് അതീവ ഗുരുതരമായ കുറ്റങ്ങൾ ആയിരുന്നു. PFI നിരോധനത്തിന് ശേഷം NIAയും EDയും SDPIയെ വിടാതെ പിന്തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി SDPI ഓഫീസുകളിൽ ED നടത്തിയ പരിശോധനകളുടെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിദേശത്ത് നിന്ന് നിയമവിരുദ്ധമായി കോടികൾ ആണ് PFI പിരിച്ചെടുത്തത്. 2009 മെയ് മുതൽ 2022 മെയ് വരെയുള്ള കാലയളവിൽ 29 അക്കൗണ്ടുകളിൽ ആയി 262 കോടി രൂപയാണ് നിക്ഷേപമായി വന്നിട്ടുള്ളത്. ഇതിൽ 32 കോടിയോളം രൂപ പണമായി നിക്ഷേപിച്ചു. ആരുടേത് എന്ന് വ്യക്തമാക്കാത്ത സംശയാസ്പദമായ ഒട്ടേറെ അക്കൗണ്ടുകളിൽ നിന്നും പണം സ്വീകരിച്ചിട്ടുമുണ്ട്. ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചത് എന്നും ED വിലയിരുത്തുന്നു. ചാരിറ്റിയുടെ മറവിൽ പണം കൈമാറ്റം നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പല വ്യക്തികൾക്കും സഹായം എന്ന രീതിയിൽ നിക്ഷേപിച്ച തുക പിന്നീട് PFI അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല വ്യക്തികളുടെയും അക്കൗണ്ടുകൾ പണം വിദേശത്ത് നിന്ന് കൈമാറുന്നതിന് വേണ്ടി PFI ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിദേശത്ത് ധനസമാഹരണം അടക്കമുള്ള പ്രവൃത്തികൾക്കായി പ്രത്യേകം ആളുകളെ നിയോഗിച്ചിരുന്നു. അങ്ങനെ ലഭിക്കുന്ന പണം ഇവരാണ് ഇന്ത്യയിലേക്ക് കടത്തുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. SDPI PFIയുടെ രാഷ്ട്രീയ മുഖം ആണ് എന്നും ആശയപ്രചരണത്തിനും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും PFIയുടെ ഫണ്ടോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് SDPI എന്നും ED ആവർത്തിക്കുന്നുമുണ്ട്. SDPIക്ക് ED കുരുക്കുമുറുക്കുന്നു എന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്.